മെക്സിക്കോ സിറ്റിയിലും തെരുവിലിറങ്ങി ജെൻസി വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും അഴിമതിക്കുമെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയുള്ള പ്രതിഷേധം. പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിൽ പ്രതിഷേധിച്ചു. പ്രക്ഷോഭം സമാധാനപരമായിരുന്നെങ്കിലും ചില ചെറുപ്പക്കാർ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 120ഓളം ആളുകൾക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയും അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത്. 20ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. 1990നും 2010നും ഇടയിൽ ജനിച്ച ചെറുപ്പക്കാരുടെ പ്രക്ഷോഭങ്ങൾ ഈ വർഷം ഒരുപാട് രാജ്യങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഇത് പ്രധാനമായും അഴിമതിക്കെതിരെയും അസമത്വത്തിനെതിരെയുമാണ്. നേപ്പാളാണ് ഇത്തരത്തിലുള്ള വലിയ ജൻസി പ്രക്ഷോഭം കഴിഞ്ഞ സെപ്റ്റംബറിൽ സാക്ഷ്യം വഹിച്ചത്. യുവജനങ്ങൾ അതൃപ്തരാണെന്നും ഞങ്ങൾക്ക് സുരക്ഷ ആവശ്യമാണെന്നും ആൻഡ്രൂ മാസ് എന്ന 29കാരൻ പറയുന്നു. ശനിയാഴ്ച ഡെമോൺസ്ട്രേറ്റേഴ്സ് മെക്സിക്കൻ തലസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രധാനമായും പ്രസിഡന്റ് ക്ലൗഡിയ ഷെയിൻബോം ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ ആയിരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രേരണയാൽ നടക്കുന്നതാണെന്നും ഗവൺമെന്റിനെതിരെയുള്ള ആസൂത്രണമാണെന്നും അവർ കുറ്റപ്പെടുത്തി. ജെൻസി യുവ ഗ്രൂപ്പുകൾ ആസൂത്രണം ചെയ്ത മാർച്ച് ഉറാപ്പാൻ മേയർ കാർലോസ് മാൻസോയുടെ വധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു. പ്രസിഡന്റിന്റെ പാലസിന് പുറത്തെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറിയ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് കണ്ണീർ വാതകമടക്കം പ്രയോഗിക്കേണ്ടി വന്നു. അഴിമതിക്കെതിരായ ചെറുപ്പക്കാരുടെ ഈ മുന്നേറ്റം ഭരണകൂടങ്ങൾക്ക് എത്ര കാലം കാണാതിരിക്കാനാകും? ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.